ഔദ്യോഗികമായ തിരക്കുകളും ഡൽഹി സന്ദർശനവും മൂലം അദ്ദേഹത്തിന് എത്തിച്ചേരുവാൻ സാധിച്ചില്ല. വെള്ളാപ്പള്ളി തറവാട്ടിലെ തറവാട്ടമ്മ SNDP യോഗത്തിൻ്റെ നന്മയും പുണ്യവുമായ പ്രീതി നടേശൻ അവറുകളാണ് ഈ സൽക്കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നത്. അതിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, SNDP യോഗത്തിൻ്റെ നേതാക്കന്മാർ, ധാരാളം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ മംഗളകരമായ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട SNDP യോഗം നമുക്ക് പുതുതായി പണി കഴിപ്പിച്ചു നൽകിയ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി SNDP യോഗം രജത ജൂബിലി സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടന മംഗളകർമ്മമാണ് ഇവിടെ നടന്നു വരുന്നത്. ഈ മഹനീയ അവസരത്തിൽ ഈ നാട്ടിലെ എല്ലാവരെയും ഈ സ്കൂൾ ഹാളിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 25 വർഷമായി SNDP യോഗ പ്രവർത്തന രംഗത്തുള്ള നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി, SNDP യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി, സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യം മാനേജ്മെന്റ് പ്രതിനിധി ശ്രീ സുരേഷ് കോട്ടക്കകത്ത് അവർകളെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നിൽ ഭവർത്തിക്കൊരാവിവൻ തോണി നിൻ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നിൽ ഭവർത്തിക്കൊരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയ നിന്നിടും തൃക്കു പോലുള്ള നിന്നീല സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ എനിക്ക് സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതുമൊഴിയുമോർക്കിണ്ടി. അകലവും പുറവും തിങ്ങും മഹിമാവർണ്ണ നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവാദിനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധോ, ജയിക്കുക ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. നമ്മുടെ ഹെഡ് മിസ്റ്റേഴ്സ് സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ട് അധ്യാപക വിദ്യാർത്ഥി രക്ഷകർത്തൃ ഏകോപനത്തിന് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നമ്മുടെ HM ശ്രീമതി ജെയ്മി MDയെ സ്വാഗത ഭാഷണത്തിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ചുരുളി ചേലച്ചൂട് പ്രദേശത്തെ സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനമായ SNUP ചുരുളിക്ക് പുതിയ സ്കൂൾ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് നൽകുന്ന അസുലഭ നിമിഷമാണിത്. ഈ വേളയിൽ നമുക്ക് ഇത്തരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എത്രയോ വർഷങ്ങളായി
ഒരുപാട് ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് അധ്യാപകരുടെയും മുൻകാല മാനേജർമാരുടെയും ഒക്കെ പ്രയത്നത്തിൻ്റെ ഒരു പ്രതീകമായിരുന്ന ഈ ഒരു സ്കൂൾ കെട്ടിടം ഇത്തരത്തിൽ ഒരു പുതിയ ഭൗതിക സാഹചര്യങ്ങളുടെ ഒരു അനുകൂലമായ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കെട്ടിടമായി മാറുകയാണ്. ഈ വേളയിൽ നമ്മുടെ ഈ ജില്ലയിലെ തന്നെ അപ്പർ പ്രൈമറി തലത്തിൽ ഏറ്റവും കൂടുതൽ കുരുന്നുകൾ വിദ്യാഭ്യാസം നേടിയ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശനങ്ങളേറ്റ സരസ്വതി ക്ഷേത്രമായ ഈ SNUP ചുരുളി ഇന്ന് പുതിയ ഒരു അസുലഭ നിമിഷത്തിന് കാഴ്ച നൽകുന്ന ഒരു അവസരമാണ് വന്നു ചേരുന്നത്. ഇനിയും ഒത്തിരി പ്രതിഭകളെയും ഇതുപോലെ തന്നെ ഒത്തിരി പ്രതിഭകളെ വാർത്തെടുത്ത ഈ വിദ്യാലയത്തിന് ഇനിയും ഒത്തിരി പ്രതിഭകളെ നൽകുവാനുള്ള അവസരങ്ങൾ നൽകാൻ ഈ പുതിയ മന്ദിരം ഉദ്ഘാടനത്തിലൂടെ പുതിയ കാൽവയ്പാണ് ആയിത്തീരുന്നത്. കരുത്തുള്ള മാനേജ്മെന്റിന്റെ പരിരക്ഷയും ഉത്തരവാദിത്ത ബോധമുള്ള അധ്യാപകർ, കൂട്ടായ്മയുള്ള PTA MPTA പ്രവർത്തനങ്ങൾ, ഒരു വിദ്യാലയത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ എല്ലാ വിദ്യാഭ്യാസ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ പ്രകൃതി രമണീയമായ ദേശീയ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ചുരുളി SNUP സ്കൂൾ. ഇന്ന് പുതിയ കെട്ടിലും മട്ടിലും ഭാവത്തിലും നിൽക്കുമ്പോൾ നമുക്കൊരു പുതിയ പ്രതീക്ഷ കൂടിയാണ്. ഒത്തിരി കുട്ടികൾക്ക് ഒത്തിരി അവസരം നൽകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഇത് മാറട്ടെ എന്നതിനുള്ള ഒരു പ്രത്യാശ കൂടിയാണിത്. ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളിൽ കാലാന്തരമായ ഒരു വ്യത്യാസം ആവശ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ള ഒത്തിരി മാനേജ്മെന്റ് പ്രതിനിധികളും മറ്റും ചെന്ന് നമ്മുടെ യോഗത്തിൽ ഇത് അറിയിക്കുകയും യോഗത്തിൽ നിന്ന് നമ്മുടെ യോഗം വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി യോഗം ജനറൽ സെക്രട്ടറിയോട് ഈ കാര്യം ബോധിപ്പിക്കുകയും ഉണ്ടായി. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ജനറൽ സെക്രട്ടറി ഈ ഒരു പ്രദേശത്തിന് ഇത്തരം ഒരു ബിൽഡിംഗ് നല്ല മികവുറ്റ ഒരു ബിൽഡിംഗ് ആവശ്യമാണെന്നതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുകയും അതിനനുസരിതമായ ഒരു പുതിയ കെട്ടിടം എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളോടും കൂടി സ്മാർട്ട് ക്ലാസ് റൂം ആയിക്കോട്ടെ എല്ലാവിധ ഒന്നിലും ഒരു കുറവ് നൽകാത്ത രീതിയിലുള്ള ഒരു കെട്ടിടം അദ്ദേഹം സിൽവർ ജൂബിലി കെട്ടിടം എന്ന നിലയിൽ രൂപീകരിക്കപ്പെടുവാനുള്ള ഒരു സാഹചര്യം ഇവിടെ അനുഗ്രഹിച്ചു നൽകുകയുണ്ടായി. ഈ അവസരത്തിൽ നമുക്ക് ഇതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനുവേണ്ടി വെള്ളാപ്പള്ളി സാറിനോട് ഇതിനെ കുറിച്ച് കൂടുതൽ പരാമർശിക്കുകയും നമ്മുടെ യോഗം വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഇതിനുള്ള ഈ കെട്ടിടത്തിനുള്ള തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ കെട്ടിട നിർമ്മാണ പൂർത്തീകരണങ്ങളെല്ലാം വിലയിരുത്തുകയും എല്ലാം തദവസരത്തിൽ തന്നെ മുന്നേറുന്നത് വിലയിരുത്തുകയും എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി നൽകുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് ഈ ഉദ്ഘാടന കർമ്മത്തിന് എത്തിച്ചേരാൻ അവസരം ലഭിക്കാതെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇത് ഉദ്ഘാടനം നടക്കുവാനുള്ളൊരു അവസരം ലഭിക്കാതെ പോയി. ഈ അവസരത്തിൽ അദ്ദേഹത്തിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഓർക്കുകയാണ്. ഈ ഒരു വേളയിൽ ഇനിയും ഇത്തരം ഈ ഒരു പ്രകൃതി രമണീയമായ ഈ ഒരു പ്രദേശത്ത് കൂടുതൽ ഉന്നമനവും കൂടുതൽ വിദ്യാഭ്യാസ സാഹചര്യങ്ങളും ലഭിക്കുവാനുള്ള ഒരു പ്രതീക്ഷയായി ഇനിയും അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നുകൂടെ ഞാനിവിടെ ആഗ്രഹിക്കുന്നു. ഏവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്നേഹനിധിയായ പ്രീതിയമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഈ സമ്മേളനം ഏറെ ശ്രദ്ധേയമാവുന്നു. ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും താല്പര്യവും ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിലുള്ള ഈ വിദ്യാലയത്തിന് ഒരു പുതിയ കെട്ടിട സമുച്ചയം പൂർത്തീകരിച്ച് നൽകിയപ്പോൾ SNDP യോഗം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ നിന്ന് ആവശ്യമായ പണം അനുവദിക്കുന്നതിന് ഏറെ ശ്രദ്ധ ചെലുത്തിയ തുഷാർജിയുടെ സാന്നിധ്യമാണ് ആഗ്രഹിച്ചത്. ഗുരുനിയോഗം പോലെ ഒരു പുണ്യം പോലെ SNDP യോഗത്തിൻ്റെ കാവൽ വിളക്കായി യോഗത്തിൻ്റെ നന്മയായി നമ്മളോടൊപ്പമുള്ള പ്രീതിയമ്മയുടെ സാന്നിധ്യം നമുക്ക് ലഭിച്ചതിലുള്ള വലിയ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. വേദിയിലുള്ള ഉന്നതരായ മുഴുവൻ നേതാക്കന്മാരുടെയും പേരുകൾ സ്വാഗത പ്രാസംഗിക പ്രത്യേകമായി പരാമർശിക്കുകയുണ്ടായി. ഈ യോഗത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്നത് ഈ സ്കൂള് സിംഗിൾ മാനേജ്മെൻറ്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ചുരുളിയിലെ 1754 നമ്പർ SNDP യോഗം ശാഖയുടെ ശ്രമഫലമായി ഹൈറേഞ്ചിൽ നമുക്ക് ആരംഭിക്കുവാൻ സാധിച്ച സ്ഥാപനം.
പിന്നീട് SNDP യോഗം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് സ്കൂൾ നൽകുകയും പണ്ടൊക്കെ ധാരാളമായി കുട്ടികളുണ്ടായിരുന്ന ഒരു സ്ഥാപനം കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കുള്ള കുട്ടികളുടെ കുത്തൊഴുക്കുമെല്ലാം സ്കൂളിലെ കുട്ടികളുടെ എണ്ണത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. എന്നാലും ഹൈറേഞ്ചിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ അപ്പർ പ്രൈമറി തലത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ചിറങ്ങിയ, സ്വദേശത്തും വിദേശത്തും നല്ല ഉദ്യോഗങ്ങളിൽ നല്ല സ്വഭാവശുദ്ധിയുള്ള, ഈശ്വരഭക്തിയുള്ള അച്ഛനമ്മമാരെ തൊഴിൽ ചെയ്ത് സംരക്ഷിക്കുന്ന കുരുന്നുകളെ നല്ല പൗരന്മാരായി വാർത്തെടുക്കുന്നതിന് ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സ്ഥാപനം ശ്രദ്ധേയമാകുന്നത് ഈ സ്കൂളിലെ ബഹുഭൂരിപക്ഷം കുട്ടികളും അവരുടെ അച്ഛനമ്മമാർ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഈ സ്ഥാപനത്തിൻ്റെ മേന്മയും നന്മയും തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഈ സ്കൂൾ മുന്നോട്ട് പോകുന്നത്. വെള്ളാപ്പള്ളി സാറ് സ്കൂളിൻ്റെ മാനേജറായതിനു ശേഷം ഈ സ്ഥാപനം സന്ദർശിക്കുകയും ഭൗതിക സാഹചര്യങ്ങളിലുള്ള കുറവുകൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കെട്ടിടം നിർമ്മിച്ച് നൽകുവാൻ തീരുമാനിക്കുകയായി. 75 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിലാണ് കാര്യങ്ങൾ ആരംഭിച്ചത്. നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ 1 കോടി രൂപ അടുത്ത് വരികയാണ്. ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കുട്ടികളുടെ എണ്ണവും ഡിവിഷനുമൊക്കെ സാധിക്കുന്ന തരത്തിൽ കൂട്ടണമെന്ന് മാത്രമാണ് നിർദ്ദേശിച്ചത്. കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സുദർശൻ സാറിനെ പോലെയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നതരായ ആളുകളുടെ ശ്രദ്ധയും മേൽനോട്ടവുമെല്ലാം SNDP യോഗത്തിൻ്റെ സ്ഥാപനങ്ങളെ മികവുറ്റതാക്കുന്നുണ്ട്. തീർച്ചയായും ഈ സ്ഥാപനത്തിൻ്റെയും നാളുകളിലുള്ള മുന്നോട്ട് പോക്കിൽ എല്ലാവരുടെയും ശ്രദ്ധയും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. EN പ്രഭാകരൻ ഇളംപുരയിടത്തിൽ ആൽപ്പാറ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്, അദ്ദേഹം മാനേജറായിട്ടാണ് നമ്മൾ സ്കൂൾ ആരംഭിക്കുന്നത്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു. ശ്രീ EN പ്രഭാകരൻ, ശ്രീ KT ശശിധരൻ, ശ്രീ ഗോപി കളരിക്കൽ തുടങ്ങിയ ഒരുപിടി ആളുകൾ ഇന്ന് പൊതുരംഗത്തും SNDP യോഗ പ്രവർത്തന രംഗത്തും സ്കൂളിൻ്റെ കാര്യങ്ങളിലുമെല്ലാം പൂവിരിച്ച പാതയിലൂടെയാണ് ആളുകൾ സഞ്ചരിക്കുന്നത്. നല്ല വഴിയില്ലാത്ത, വാഹനമില്ലാത്ത, 3 നേരവും ഭക്ഷണം കഴിക്കാൻ നല്ല സാഹചര്യമില്ലായിരുന്ന ഹൈറേഞ്ചിൻ്റെ കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. അന്ന് ഈ സ്കൂൾ പണിയുന്നതിന് മണ്ണ് ചുമന്നും കല്ല് ചുമന്നും പട്ടിണി സഹിച്ചുമല്ല ഈ സ്കൂളിനെ ആരംഭ കാലഘട്ടത്തിൽ നന്മയോടെ പ്രവർത്തിച്ച മുതിർന്ന എല്ലാ നേതാക്കന്മാരെയും, ഈ സ്കൂളിൽ നിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞ നല്ല അധ്യാപകരെയും മുൻ മാനേജർമാരെയെല്ലാം ധന്യമായ ഈ സമയത്ത് അനുസ്മരിക്കുന്നു. നമുക്ക് വളരെയധികം സമയം താമസിച്ചാണ് തുടങ്ങുവാൻ സാധിച്ചത്. പ്രീതിയമ്മ 150ഓളം കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് ആണ് എത്തിയത്. ഇനിയും അത്രയും കിലോമീറ്റർ തിരിച്ചു പോകണം. സന്ധ്യയാകുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കണം എന്നാണ് പറഞ്ഞത്. അതിനോടെല്ലാം നീതി പുലർത്തുന്നതിന് ഒത്തിരി പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാനതിൽ നിന്നെല്ലാം പിന്മാകുന്നു. എൻ്റെ ഗ്രാമത്തിലെ ആളുകൾ എന്നുള്ള നിലയ്ക്ക് മുഖാമുഖം കാണുവാനും സംസാരിക്കുവാനും ഒക്കെ ധാരാളം അവസരം ഇനിയും ഉള്ളതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ വേദിയിലുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും പേരുകൾ പറഞ്ഞതായി കണക്കാക്കണം. സമയ ക്ലിപ്തതയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സ്ഥാപനത്തോടൊപ്പം നിങ്ങളുടെ എല്ലാം മനസ്സെന്നും ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. യോഗം ചുരുളി സ്കൂളിൻ്റെ പുതിയ കെട്ടിട സമുച്ചയം ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. ഈ നാടിൻ്റെ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു സ്കൂൾ മന്ദിരം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നമുക്കൊപ്പം നിന്നത് സമാദരണീയനായ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അവർകളാണ്. SNDP യോഗം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് മുഖാന്തരം അനുമതിയും ഫണ്ടും പ്രാബല്യത്തിലാക്കി തന്നത് അദ്ദേഹമാണ്. നമ്മുടെ സ്കൂൾ മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ നാടിനായി ഈ സൽക്കർമ്മം നിർവഹിക്കുന്നത് ആദരണീയയായ പ്രീതി നടേശൻ അവർകളാണ്. SN ട്രസ്റ്റ് ഡയറക്ടർ, SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകളുടെ പ്രിയ പത്നി, കാരുണ്യത്തിൻ്റെയും കൈപുണ്യത്തിൻ്റെയും കെടാവിളക്ക് പ്രിയപ്പെട്ട പ്രീതിയമ്മയെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ രജത ജൂബിലി മന്ദിരത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സുരേഷ് കോട്ടയ്ക്കകത്ത്, ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കുന്ന AEO ശ്രീമതി ആനിയമ്മ ജോർജ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, സ്നേഹമുള്ളവരെ, അവിചാരിതമായി എനിക്ക് ലഭിച്ച ഒരു കർമ്മമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നടത്തുന്നത്. അത് ഗുരുദേവ കൃപയാൽ എനിക്ക് ലഭിച്ചെന്നേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഗുരുവിൻ്റെ ദർശനം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് ഗുരു ആഹ്വാനം ചെയ്തപ്പോൾ അത് നെഞ്ചിലേറ്റിയ കുറച്ച് ആൾക്കാരിവിടെ ഉണ്ടായിരുന്നു. അവരുടെ ദൃഢനിശ്ചയമാണ് ഈ സ്കൂൾ ഇവിടെ ഉണ്ടായത്. ഞാൻ പറയുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സ്കൂളിൻ്റെ പുതിയ കെട്ടിടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത് കർമ്മനിരതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KT ബിനു അവർകളെ മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ മനുഷ്യർക്ക് ഒരുമിച്ചിരിക്കുവാനും കാര്യങ്ങൾ ചോദിക്കുവാനും വീട്ടുകാര്യങ്ങൾ പറയുവാനുമുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഈ കേരളം ഇന്ന് കാണുന്ന ഇത്രയും മനോഹരവും ജാതി വ്യവസ്ഥയും തുടച്ചു നീക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച കേരളത്തിലെ മഹത് വ്യക്തികളിലുള്ളായിരുന്നു ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെ കുമാരനാശാനും. ഈ സ്കൂളിൻ്റെ സമഗ്രമായ പുരോഗതിക്കും വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കണം, ഒരുമിച്ച് ഇറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്കിവിടെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്കൂളിന് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നിവേദനം തന്നിട്ടുണ്ട്. അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ കൂടി അനുവദനീയമായ രീതിയിൽ ആ കാര്യം ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. രാഷ്ട്രീയ പൊതുരംഗത്തെ നിറസാന്നിധ്യം, വാക്കിലും പ്രവൃത്തിയിലും കർമ്മനൈപുണ്യവും നിശ്ചയദാർഢ്യവും നിറഞ്ഞ പ്രവർത്തനം. SNDP യോഗം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് ശ്രീ P രാജൻ അവർകളെ ഉദ്ഘാടന സന്ദേശം നൽകുന്നതിനായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ധന്യമായ ഈ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത്, ശ്രീമതി പ്രീതി നടേശൻ അവറുകൾ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയരായ പ്രസിഡന്റുമാർ, സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ്, പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സന്ദേശമെല്ലാം പ്രീതിയമ്മ ഇവിടെ തന്നു കഴിഞ്ഞു. അതിന് മുകളിലേക്കൊരു സന്ദേശം ഒന്നും തരുവാനില്ല. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവർകളുടെ മനസ്സറിഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിനായി നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സുദർശനൻ സാർ, യോഗത്തിൻ്റെ വിദ്യാഭ്യാസ സെക്രട്ടറി CP സുദർശൻ അവർകളെ വിദ്യാഭ്യാസ സന്ദേശം നൽകുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട അതിഥികളെ, പ്രിയമുള്ള ശ്രോതാക്കളെ, രക്ഷകർത്താക്കളെ, ഏവർക്കും നമസ്കാരം. ഞാൻ ഈ വേദിയിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ തികഞ്ഞ സന്തോഷത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം ഒരു 7 വർഷം മുമ്പ് ഞാൻ ഈ സ്കൂളിൽ ആദ്യമായി വന്നപ്പോൾ കണ്ട കാഴ്ചയും അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിലുള്ളൊരു താരതമ്യ പഠനം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. രണ്ടും കണ്ടവർക്കല്ലേ പഴയതിൻ്റെയും പുതിയതിൻ്റെയും മെച്ചവും മേന്മയും മനസ്സിലാവുകയുള്ളൂ. ഇന്നിപ്പോൾ സ്കൂളിൻ്റെ മുഖമാകെ മാറിക്കഴിഞ്ഞു, എല്ലാ മുഖവും മാറി. ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സഹായവും പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജില്ലയിലെ ബഹുമാനപ്പെട്ട AEO ശ്രീമതി ആനിയമ്മ ജോർജ്, സബ് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും തന്നെ സന്ദർശിച്ച് പഠന നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വരുന്ന മാഡത്തെ
ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത്, സ്കൂൾ മന്ദിരം ഉദ്ഘാടനം ചെയ്ത മാഡം പ്രീതി നടേശൻ, മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ KT ബിനു, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത്, ഉദ്ഘാടന സന്ദേശം നൽകിയ ശ്രീ P രാജൻ, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് SNDP യോഗം ഇടുക്കി യൂണിയൻ, വിദ്യാഭ്യാസ സന്ദേശം നൽകിയ ശ്രീ CP സുദർശനൻ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ സെക്രട്ടറി SNDP യോഗം സ്കൂൾസ്, സദസ്സിലും വേദിയിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇവിടെ പ്രമുഖരായ പല വ്യക്തികളും നമ്മുടെ ഈ സ്കൂളിൻ്റെ അവസ്ഥകളെക്കുറിച്ച് സംസാരിച്ചു. AU എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ ചുക്കാൻ പിടിക്കുന്നതായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജി ചന്ദ്രൻ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ധന്യമായ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറെ ബഹുമാന്യായിട്ടുള്ള SNDP യോഗം യൂണിയൻ സെക്രട്ടറി ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത് അവർ, ഔപചാരികമായി ഈ വേദിയുടെ ഉദ്ഘാടനവും SNUP സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ച ഏറ്റവും ആരാധിയായിട്ടുള്ള പ്രീതിയമ്മ, അതേപോലെ നമ്മുടെ വേദിയിലുള്ള വന്നുപോയ ജില്ലാ പഞ്ചായത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള പ്രസിഡൻറ്റ്, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, SNDP ശാഖായോഗം യൂണിയൻ പ്രസിഡൻറ്റ് രാജൻചേട്ടൻ, അതേപോലെ സുദർശനൻ സാറ്, HM, AEO, വാർഡ് മെമ്പർ, അതേപോലെ വേദിയിലുള്ള യൂണിയൻ ഭാരവാഹികളായിട്ടുള്ളവർ, SNDP ശാഖായോഗം ഭാരവാഹികൾ, മറ്റ് വിവിധ ഇടങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും സ്നേഹമുള്ള രക്ഷകർത്താക്കൾ, അധ്യാപകർ, അനധ്യാപകർ, ഏറ്റവും സ്നേഹമുള്ള കുട്ടികളെ, ഇവിടെ ഈ വൈകിയ വേളയിൽ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല. ഏതൊരു കലാലയത്തെ സംബന്ധിച്ചും അവിടേക്ക് കടന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അക്കാദമിപരമായിട്ടുള്ള മികവ് ഉയർത്തുന്നതിനോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് ഭൗതികപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അത് കണ്ടറിഞ്ഞ് 45 വർഷത്തോളം യശസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഈ SNDP സ്കൂളിനെ മുൻകാലങ്ങളിലെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഇവിടെ വന്നിട്ടുള്ള പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാമുണ്ട്. ഇവിടെ കടന്നു വന്നപ്പോൾ ഓരോരുത്തരും അവരുടെ ഓർമ്മകൾ പങ്കുവെച്ചത് ഞാൻ ഓർക്കുന്നു. അവർക്കെല്ലാം വളരെ ഒരു നേട്ടം, ഒരു യശസ്സുണ്ടായ, ഒരു സംതൃപ്തി ഉണ്ടായ രീതിയിലാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ അറിവുകൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന് അരുൾ ചെയ്ത ഗുരുദേവൻ പറഞ്ഞ ആ ഒരു നന്മയുടെ വാക്കിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ രീതിയിലും കലാപരവും കായികപരവും അക്കാദമിപരവുമായിട്ടുള്ള മികവുകൾ പുലർത്തുന്നവരാണ് ഓരോ കുട്ടികളും. ആ കുട്ടികൾക്ക് എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് കൂട്ടായ പ്രവർത്തനത്തോടെ മുന്നോട്ട് പോകാമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ യോഗത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അടുത്തതായി ആശംസകൾ അറിയിക്കാനായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത്, നമ്മുടെ സ്കൂളിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഏറ്റവും ബഹുമാന്യായ ശ്രീമതി പ്രീതി നടേശൻ അവറുകളും, ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാന്യായ പ്രസിഡന്റ് ശ്രീ KT ബിനു, SNDP യോഗം പ്രസിഡന്റ് ശ്രീ P രാജൻ, ശ്രീ CP സുദർശൻ സാർ, ശ്രീമതി ആനിയമ്മ ജോർജ്, സ്റ്റേജിലിരിക്കുന്ന ഏറ്റവും ബഹുമാനരായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നേതാക്കന്മാർ, ഏറ്റവും ബഹുമാനരായിട്ടുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, ഏതാണ്ട് 45 വർഷക്കാലം മുമ്പ് നമ്മളിവിടെ ആരംഭിച്ച ഒരു പള്ളിക്കൂടം പോലെയുള്ള ഒരു സ്ഥാപനം
ഇന്ന് SNDP യോഗത്തിൻ്റെ തലങ്ങളിൽ അതിശക്തമായി മുന്നോട്ട് പോകുന്നു. ഈ നാടിന് അഭിമാനിക്കാവുന്ന രീതിയിൽ നല്ല എല്ലാവിധ സഹകരണങ്ങളോടും കൂടി നമുക്ക് ഈ കെട്ടിടം ഇവിടെ തീർന്നു. അതോടൊപ്പം ഇനി നമുക്ക് വേണ്ടത് സാർ പറഞ്ഞതുപോലെ കുട്ടികളെയാണ് വേണ്ടത്. എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് വിടുക എന്നുള്ള ആ ഒരു രീതി മാറ്റിക്കൊണ്ട് പഠിക്കുന്ന കുട്ടികൾ സർക്കാർ സ്കൂളിൽ പഠിച്ചാലും പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചാലും ഏത് സ്കൂളിൽ പഠിച്ചാലും നല്ല രീതിയിൽ പഠിക്കും. അതിന് വേണ്ടുന്ന അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ചുമതല. ഇപ്പോൾ 5000 ആയാലും 10000 ആയാലും കൂലിപ്പണി എടുത്തിട്ടായാലും ജോലി ചെയ്തിട്ടായാലും കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ടാലേ സമാധാനമാകുള്ളൂ എന്നുള്ള ഒട്ടനവധി രക്ഷാധികാരികളുണ്ട്. ബാക്കി ഗവൺമെൻറ് സ്കൂളിലും അല്ലാതെ എൻ്റെ മോളോട് പഠിച്ചു പോയതാണ്, വിദേശത്ത് ജോലി ചെയ്യുന്നു. SN ഹൈസ്കൂളിൽ അവിടെ കഞ്ഞിക്കുഴി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നല്ല രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, വളരെ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടിയുള്ള പഠനം, അധ്യാപകർ, നടത്തിപ്പ് എല്ലാ രീതിയിലും ഭംഗിയായിട്ട് പോകുന്ന ഈ സ്കൂളിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ. പഞ്ചായത്തിൻ്റേതായ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകും ഒപ്പം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി കഞ്ഞിക്കുഴി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീമതി ലിസി ജോസ് അവരുടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ആദരണീയനായ ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ് കിടക്കുന്ന ചുരുളി SNDP സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനത്തിൻ്റെ പ്രവേശന ഉദ്ഘാടനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സുരേഷ് കോട്ടയ്ക്കൽ അവർ ഈ കർമ്മം വളരെ ഭംഗിയായി നിർവഹിച്ച ശ്രീമതി പ്രീതിയമ്മ, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരിക്കുന്ന TK ബിനു, ശ്രീമതി രാജി ചന്ദ്രൻ, ശ്രീ ജോർജ് ജോസഫ്, വിദ്യാഭ്യാസ മേഖലയിൽ നിന്നിവിടെ എത്തിയിരിക്കുന്ന ശ്രീ സുദർശന സാറ്, ശ്രീമതി ആലിസ് ജോർജ് ടീച്ചർ, SNDP യോഗത്തിൻ്റെയും ശാഖായോഗത്തിൻ്റെയും എല്ലാം ആദരണീയരായ നേതാക്കന്മാരെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരന്മാരെ, ആദ്യമേ തന്നെ എനിക്ക് ഈ സമയത്ത് പറയുവാനുള്ളത്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ നമ്മൾ കണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ, ധന്യമായ ഈ മുഹൂർത്തത്തിൽ പങ്കാളിയാകുവാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ SNDP യോഗം, ശാഖായോഗം ഭാരവാഹികളോടും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് മെമ്പർ ശ്രീമതി അനിറ്റ് ജോഷിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയ നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായ പ്രീതിയമ്മ, യോഗ അധ്യക്ഷൻ ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത് അവർ, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയ സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഈ സ്കൂളുമായിട്ട് എനിക്കൊരു 10 വർഷക്കാലത്തിന് മേളിലുള്ള ആത്മബന്ധമാണുള്ളത്. പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന കാലങ്ങളിലൊക്കെ സ്കൂളുമായിട്ട് പറ്റാവുന്ന രീതിയിലുള്ള സഹകരണങ്ങളൊക്കെ സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ കണ്ട ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏറ്റവും നല്ല ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സ്കൂളിലാണ് കണ്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി ഒരു അധ്യാപകൻ്റെ തോളിൽ കൈയിട്ട് സംസാരിച്ച് അവരെ കെട്ടിപ്പിടിച്ച് നടന്ന് സംസാരിക്കുന്ന ഒരു രീതിയും ആ ഒരു ബഹുമാനവും ആ ഒരു സ്നേഹവും ആ ഒരു സന്തോഷവും ഞാൻ പലപ്പോഴും എല്ലാ സമയത്തും ഉള്ള എല്ലാ മീറ്റിങ്ങുകളിലും എന്തിനും എന്നെ ഇവിടെ വിളിക്കുകയും ചെയ്യും, ഞാൻ വരികയും ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ പ്രകാശ് സാറ് ഏതൊരു കാര്യമാണെങ്കിലും 3-4 തവണയെങ്കിലും എന്നെ വിളിച്ച് ഓർപ്പിക്കും, ഇന്ന സമയത്തുണ്ടേ വരണേ. അപ്പോൾ ഞാൻ വന്നപ്പോഴെല്ലാം കണ്ട ആ ഒരു സ്നേഹവും ആ കുട്ടികളോടുള്ള ആ സ്നേഹവും എനിക്ക് വേറൊരു സ്കൂളിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതാണ് ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിൻ്റെ കാരണവും. ഈ വൈകിയ വേളയിൽ ഇനി അധികം സംസാരിക്കുന്നില്ല. ഈ സ്കൂളിന് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന മനുഷ്യന് എന്ന് പറഞ്ഞ ഗുരുദേവൻ്റെ
ഈ സ്കൂള് എല്ലാവിധ അഭിവൃദ്ധിയോടും കൂടി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഒരുപിടി നേതാക്കന്മാരും ഗുരുക്കന്മാരും ആശംസകൾ അർപ്പിക്കുവാനുണ്ട്. സമയമേറെ ദൈർഘിച്ചതുകൊണ്ട് എല്ലാവരുടെയും ആശംസ അർപ്പിച്ചതായി അറിയിക്കണം എന്നാണ് അറിയിച്ചത്. SNDP യൂണിയൻ്റെ കൗൺസിൽ അംഗങ്ങൾ ശ്രീ മനേഷ് കുടിക്കയത്ത്, ശ്രീ അനീഷ് പച്ചിലാങ്കുന്നേൽ, കീരിത്തോട് ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സന്തോഷ് കടമാനത്ത്, ചുരുളി ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കലേഷ് രാജു, സെക്രട്ടറി ഷൺമുഖദാസ്, ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി അഹോരാത്രം ഒത്തിരി പണിയെടുത്തിട്ടുള്ള PTA പ്രസിഡന്റ് ശ്രീ PG മണിക്കുട്ടൻ, വൈസ് പ്രസിഡന്റ് സജി പോൾ, MPTA ചെയർപേഴ്സൺ ശശികല സന്തോഷ് ഉൾപ്പെടെ എല്ലാവരുടെയും ആശംസകൾ അർപ്പിച്ചതായി സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ SNDP യോഗത്തിന് വേണ്ടി SNDP യോഗം നിർദ്ദേശിച്ചതുപോലെ ഭംഗിയായി അത് നിർവഹിച്ച കോൺട്രാക്ടർ ശ്രീ സുനീഷിനെ ഈ വേദിയിൽ അനുമോദിക്കുന്നു. അനുമോദനം ഏറ്റുവാങ്ങുവാൻ സുനീഷിനെ ക്ഷണിക്കുന്നു. ആദരണീയായ പ്രീതി അമ്മ ഒരു ഉപഹാരം നൽകുന്നു. നമ്മുടെ കെട്ടിട സമുച്ചയത്തിലെത്തി പ്രീതിയമ്മ നാടമുറിച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കും. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഈ ധന്യമായ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിന് SNDP യോഗം സ്കൂളിൻ്റെ സ്റ്റാഫ് സെക്രട്ടറി നിരവധി രാപകലുകൾ കഠിനമായ അധ്വാനത്തിലൂടെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് വളരെ ഭംഗിയായി ചിട്ടയായി പ്രകാശ് സാർ ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങേർക്കുണ്ടായിരുന്ന ഒരാഗ്രഹം, അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു നല്ല കെട്ടിടം ഉണ്ടാകണം. എന്തായാലും ആഗ്രഹമൊക്കെ സാധിച്ചു. ആ ആഗ്രഹം സാധിച്ചുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയേ സംസാരിക്കാവൂ. പ്രീതിയമ്മയ്ക്ക് ചേർത്തല വരെ എത്തണം. ഇതിന് ശേഷം നമ്മൾ നാട് മുറിക്കും. പ്രകാശ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്കൂൾ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന യോഗത്തിൻ്റെ അധ്യക്ഷനും ഇടുക്കി SNDP യൂണിയൻ്റെ സെക്രട്ടറിയുമായ ശ്രീ സുരേഷ് കോട്ടയ്ക്കാത്തൂർ, നമ്മുടെ ഈ സ്കൂൾ മന്ദിരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട തുഷാർജിയുടെ മാതാവും SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ധർമ്മപത്നിയുമായ ശ്രീമതി പ്രീതി മാഡം, മുഖ്യ പ്രഭാഷണം നടത്തിയ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KT ബിനു അവர்கள், ഈ യോഗത്തിന് മുഖ്യ സന്ദേശം നൽകിയ ഇടുക്കി SNDP യൂണിയൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സഖാവ് ശ്രീ P രാജൻ അവர்கள், നമുക്ക് വിദ്യാഭ്യാസ സന്ദേശം നൽകിയത് ബഹുമാനപ്പെട്ട SNDP യോഗത്തിൻ്റെ വിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീ CP സുദർശൻ സാർ, ഈ ധന്യമായ യോഗത്തിന് മുഖ്യ സന്ദേശം നൽകിയ അടിമാലി AEO ശ്രീമതി ആനിയമ്മ ജോർജ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മാനേജ്മെൻറ്റിൻ്റെ മുൻകാല പ്രവർത്തകരെ, പൂർവ്വകാല അധ്യാപകരെ, PTയുടെയും MPTയുടെയും മുൻകാല പ്രവർത്തകരെ, സ്നേഹമുള്ള ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ, ഈ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് അവരുടെ സാന്നിധ്യം അർപ്പിച്ചിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ട ബഹുജനങ്ങളെ, 1979 ആരംഭിച്ച നമ്മുടെ ഈ വിദ്യാലയം അതിൻ്റെ നല്ല നാളുകളിലൂടെ കടന്നുപോയി. ആ കാലഘട്ടത്തിലെ ഭൗതിക സാഹചര്യത്തിൽ നമ്മൾ മികച്ചതായിരുന്നു. പിന്നീട് സർക്കാരിൻ്റെ പല നയങ്ങൾ മൂലം ഹൈസ്കൂൾ അതുപോലെ ഗവൺമെൻറ് മേഖലയിലുള്ള സ്കൂളുകൾക്കൊക്കെ ഹൈടെക് മാതൃകയിലോട്ട് മാറാൻ കഴിഞ്ഞപ്പോൾ അല്പം നമ്മൾ പുറകിലായി പോയെങ്കിലും ഞങ്ങളുടെയൊക്കെ നിരന്തരമായ അഭ്യർത്ഥനയും വിദ്യാഭ്യാസ സെക്രട്ടറിയോട് സുദർശൻ സാറിനോടൊക്കെയുള്ള ഞങ്ങളുടെ അഭ്യർത്ഥനയും പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട SNDP യോഗം നമ്മുടെ യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ജൂബിലി സ്മാരക മന്ദിരമായി നമ്മൾക്ക് ഒരു നല്ല സ്കൂൾ മന്ദിരം അനുവദിച്ചു തരികയുണ്ടായി. ആ സ്കൂൾ മന്ദിരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട പ്രീതി മാഡം അവർ നിർവഹിച്ചിരിക്കുന്നത്.
ആ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. ഈ നാട്ടിലെ ബഹുജനങ്ങളും അതിൻ്റെ പങ്കാളിത്തത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ നിറവിൽ പങ്കാളികളാകുമെന്ന് നമുക്കറിയാം. അവരുടെ എല്ലാം സന്തോഷം പങ്കുവയ്ക്കുന്നതിനാണ് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ കടമ എന്ന് പറയുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവർക്ക് നന്ദി പറയുകയാണ്. നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ സമയപരിമിതി മൂലം നമ്മൾ കാരണം നന്ദി പറഞ്ഞാൽ തീരാത്തത്രയും കടപ്പാടുകൾ ഓരോരുത്തരോടും ഉണ്ട്. എങ്കിൽ പോലും ഒരു യോഗത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു യോഗത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീ സുരേഷ് കൊട്ടയ്ക്കാത്ത അവറുകളാണ്. 10-25 വർഷക്കാലം നമ്മുടെ സ്കൂളിനെ നയിച്ചതാണ്. അദ്ദേഹത്തിന് ഈ സ്കൂൾ മന്ദിര ഉദ്ഘാടന യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തത് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് പ്രീതി മാഡാണ്. ആ പ്രീതി അമ്മയോടുള്ള സ്നേഹം, ഇത്രയും ദൂരം സഞ്ചരിച്ച് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നത് ആ പ്രീതി മാഡമാണ്, പ്രീതി അമ്മയാണ്. അതുകൊണ്ട് അവരോടുള്ള നന്ദി, സ്കൂളിനോടുള്ള നന്ദി പ്രീതി മാഡത്തോട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തത് വേദിയിൽ ഇരുന്നിരിക്കുന്ന എല്ലാവർക്കും, കാരണം നമ്മുടെ സമയത്തിൻ്റെ വെച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ബഹുജനങ്ങൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പുതിയ ബിൽഡിംഗ് അമ്മ സന്ദർശിക്കുകയാണ്. അതോടൊപ്പം നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്യും.